ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി ലിയോ 14 മാർപ്പാപ്പ. ഇന്നലെ നടന്ന സ്ഥാനാരോഹണ തിരുക്കർമ്മങ്ങൾക്ക് ശേഷമാണ് പാപ്പ സെലൻസ്കിയുമായും ഭാര്യ ഒലേന സെലൻസ്കിയുമായും കൂടിക്കാഴ്ച നടത്തിയത്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ വത്തിക്കാൻ തയ്യാറാണ് എന്ന് ലിയോ 14 പാപ്പ പറഞ്ഞിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ലിയോ 14 മാർപ്പാപ്പ സമാധാന ചർച്ചകളുടെ പുരോഗതിയും നിലവിലെ സാഹചര്യവും ചോദിച്ചറിഞ്ഞു. ശാശ്വത സമാധാനത്തിനായി തന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളുണ്ടാകുമെന്നും യുദ്ധദുരിതം അനുഭവിക്കുന്ന യുക്രൈൻ ജനതയ്ക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പാപ്പ സെലൻസ്കിയോട് പറഞ്ഞു. തിരുക്കർമ്മങ്ങൾക്കു ശേഷം ത്രികാല ജപ പ്രാർത്ഥനാവേളയിൽ നൽകിയ വചന സന്ദേശത്തിൽ റഷ്യൻ അധിനിവേശത്തിൽ ദുരിതമനുഭവിക്കുന്ന യുക്രൈനെക്കുറിച്ച് മാർപ്പാപ്പ സൂചിപ്പിച്ചിരുന്നു. യുക്രൈനിൽ തുടരുന്ന യുദ്ധത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പാപ്പ രക്തസാക്ഷിയായ യുക്രൈൻ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനായുള്ള ചർച്ചകൾക്കായി കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യം നൽകിയ സന്ദേശത്തിലും ലിയോ 14 മാർപ്പാപ്പ യുക്രൈനിൽ സമാധാനത്തിനായി അഭ്യർത്ഥിക്കുകയും യുദ്ധദുരിതം പേറുന്ന ആ രാജ്യത്തെ ജനത്തോടൊപ്പമാണ് തന്റെ മനസ്സും ഹൃദയവുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ലിയോ 14 ആദ്യമായി ഫോണിൽ സംസാരിച്ച വിദേശ നേതാവ് സെലൻസ്കിയാണ്. 2 ദിവസം മുമ്പ് സെലൻസ്കിയെ ഫോണിൽ വിളിച്ച മാർപ്പാപ്പ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. സംഭാഷണമധ്യേ മാർപ്പാപ്പയെ സെലൻസ്കി യുക്രൈനിലേക്ക് ക്ഷണിക്കുകയും സന്ദർശനം രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമേകുമെന്നും പറഞ്ഞിരുന്നു. താൻ സന്ദർശിക്കുന്ന ആദ്യ വിദേശ രാജ്യങ്ങളിലൊന്ന് യുക്രൈൻ ആയിരിക്കുമെന്ന് മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ലിയോ 14 മാർപ്പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.